സംസ്ഥാനത്ത് 3 പഞ്ചായത്തുകളിൽ LDF-ന് ഭരണം പോകും. ഇടുക്കി കരിമണ്ണൂരും പാലക്കാട് തച്ചമ്പാറയിലും തൃശൂർ നാട്ടികയിലും UDF ഭരണത്തിലേക്ക്. 31 വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് 4 സീറ്റിന്റെ നേട്ടം, LDF-ന് 4 സീറ്റ് നഷ്ടം. ഭരണവിരുദ്ധ വികാരമെന്ന് പ്രതിപക്ഷ നേതാവ്. അത് അങ്ങനത്തെ ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനുമായിട്ടൊരു ചർച്ചയും എനിക്കറിയാവുന്ന ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല. പാർട്ടിയിലെ എതിർ ശബ്ദങ്ങൾ തള്ളി VD സതീശൻ. എല്ലാവരെയും ഉൾക്കൊണ്ടാണ് പോകുന്നതെന്ന് ചെന്നിത്തലയ്ക്കും ചാണ്ടിയുമ്മനും സതീശന്റെ മറുപടി. തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ച് ചാണ്ടിയുമ്മൻ. കണ്ണൂരിൽ MK രാഘവൻ MPക്കെതിരെ പ്രതിഷേധിച്ചവരെ കണ്ട് VD സതീശൻ. ഹൈക്കോടതിയുടെ മുന്നറിയിപ്പിൽ വിറച്ച് പോലീസ്. വഞ്ചിയൂരിൽ റോഡിൽ സമ്മേളന പന്തൽ കെട്ടിയതിന് CPM ഏരിയ സെക്രട്ടറി 1-ാം പ്രതി. ഏരിയ കമ്മിറ്റി അംഗങ്ങളും പ്രതികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്തൽ കെട്ടിയ ജോയിന്റ് കൌൺസിലിനെതിരെ കേസ്. മുനമ്പം വിഷയത്തിൽ ലീഗിൽ അമർഷം പുകയുന്നു. പരസ്യ പ്രസ്താവന വിലക്കിനിടെ കോഴിക്കോട് ലീഗ് ഹൌസിന് മുന്നിൽ പോസ്റ്ററുകൾ. മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയാൻ സതീഷിനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്ന ആവശ്യം. കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലെ കളിപ്പാവാകരുതെന്ന് സമസ്ത മുഷാവറയോട് വിമതർ. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത കോടതിയിൽ. ദിലീപിനെതിരെ തെളിവില്ലെന്ന ശ്രീലേഖയുടെ പ്രസ്താവന കോടതി അലക്ഷ്യമെന്ന് ഹർജി. കേസിൽ അന്തിമവാദം തുടങ്ങി. സ്റ്റാലിൻ പിണറായി ചർച്ച ഇന്ന് കുമരകത്ത്. മുഖ്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാറിലെ അറ്റകുറ്റപ്പണി വിവാദം ചർച്ചയാകും. സ്റ്റാലിൻ എത്തിയത് വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷത്തിനായി. വൈക്കത്ത് നാളെ തന്തൈ പെരിയാർ സ്മാരകം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് റീൽസ് ഷൂട്ടിങ്ങിനിടെ യുവാവ് മരിച്ചത് ബെൻസ് കാർ ഇടിച്ച്. ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ ഡിഫൻഡർ കാറാണ് ഇടിച്ചതെന്ന് കള്ളമൊഴി നൽകിയെന്ന് പോലീസ്. കാർ ഓടിച്ച സാബിത്തിനെ അറസ്റ്റ് ചെയ്യും. സിറിയയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ. സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ബോംബാക്രമണം. യുദ്ധക്കപ്പലുകൾ തകർത്തു. പശ്ചിമേഷ്യയുടെ മുഖം മാറുകയാണെന്ന് പ്രഖ്യാപിച്ച നെതന്യാഹു. ബംഗളൂരുവിലെ IT ജീവനക്കാരന്റെ ആത്മഹത്യയിൽ മുൻ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കുമെതിരെ കേസ്. വിവാഹമോചനത്തിന് ശേഷം കള്ളക്കേസ് നൽകി 3 കോടി ആവശ്യപ്പെട്ടെന്ന് കേസ്. അതുൽ സുഭാഷ് ആത്മഹത്യ ചെയ്തത് പ്രതികൾക്കെതിരെ വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 13-ാം മത്സരം ഇന്ന്. ഗുകേഷിനും ഡിംഗ്ലിറനും നിർണായക പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2:30-ന്. തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ്. 3 പഞ്ചായത്തുകൾ LDF-ൽ നിന്ന് UDF ഭരണം പിടിച്ചെടുക്കുകയാണ്. ആകെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 31 വാർഡുകളിൽ UDF 17 ഇടത്താണ് ജയിച്ചത്. 11 ഇടത്താണ് LDF ജയിച്ചത്. BJP 2 വാർഡുകളിൽ ജയിച്ചു. UDF-ന് 4 സീറ്റിന്റെ നേട്ടവും LDF-ന് 4 സീറ്റിന്റെ നഷ്ടവുമാണ് ഉണ്ടായത്. ഇടുക്കി കരിമണ്ണൂർ പാലക്കാട് തച്ചമ്പാറ തൃശൂർ നാട്ടിക എന്നീ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം വരിക. UDF-നും LDF-നും 5 വീതം സീറ്റുണ്ടായിരുന്ന നാട്ടികയിൽ 9-ാം വാർഡ് പിടിച്ചതോടെ UDF-ന് 6 അംഗങ്ങളായി. ഒപ്പം പഞ്ചായത്ത് ഭരണവും. ഇടുക്കി കരിമണ്ണൂരിലെ 9-ാം വാർഡായ പന്നൂർ പിടിച്ചാണ് ഇടതുമുന്നണിയിൽ നിന്ന് UDF ഭരണം പിടിച്ചത്. 177 വോട്ടുകൾക്കാണ് UDF-ന്റെ വിജയം. ഇതോടെ സ്വതന്ത്രന്റെ പിന്തുണയോടെ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ UDF-ന് ഭരണത്തിന് വഴിതെളിഞ്ഞു. UDF-ന് 7, LDF-ന് 6, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില. ഉപതെരഞ്ഞെടുപ്പ് ഫലം LDF ഭരണത്തിന് നിർണായകമായ പാലക്കാട് തച്ചമ്പാറയിലെ 4-ാം വാർഡിലും UDF-നാണ് വിജയം. അതേസമയം തോറ്റാൽ ഭരണം നഷ്ടമാവാൻ സാധ്യതയുണ്ടായിരുന്ന പാലക്കാട് ചാലിശ്ശേരി പഞ്ചായത്തിലെ മെയിൻ റോഡ് വാർഡ് UDF നിലനിർത്തി. പത്തനംതിട്ട കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണത്തിലും മാറ്റമില്ല. ഇളകൊള്ളൂർ ഡിവിഷൻ UDF നിലനിർത്തി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കൊല്ലത്തെ 6 വാർഡുകളിൽ 4 LDF-നും 2 UDF-നുമാണ് വിജയം. പത്തനംതിട്ടയിൽ 5 വാർഡുകളിൽ 3 UDF ജയിച്ചപ്പോൾ 1 വാർഡിൽ LDF-ഉം BJP-യും വിജയിച്ചു. മലപ്പുറത്ത് 4 3-ലും UDF വിജയിച്ചു. കണ്ണൂരിൽ 2 ജയം LDF-നാണ്. LDF-ൽ നിന്ന് UDF 9 വാർഡുകളും UDF-ൽ നിന്ന് LDF 4 വാർഡുകളും പിടിച്ചെടുത്തു. BJP-യുടെ കൈവശമുണ്ടായിരുന്ന കൊല്ലം കുന്നത്തൂർ തെറ്റിമുക്ക് വാർഡ് LDF പിടിച്ചപ്പോൾ പത്തനംതിട്ട എഴുമറ്റൂർ ഇരുമ്പുകുഴി വാർഡ് UDF-ൽ നിന്നും BJP പിടിച്ചെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരത്തിന് തെളിവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
തന്നെ ലക്ഷ്യമിട്ടുള്ള പാർട്ടിയിലെ വിമത നീക്കങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നേതൃത്വത്തിൽ ഏകോപനമുണ്ടെന്നും എതിർ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതില്ലെന്നുമാണ് സതീശൻ ഇന്ന് മറുപടി നൽകിയത്. എന്നാൽ സതീശന്റെ ശൈലി മാറ്റം ആവശ്യപ്പെട്ട് പരസ്യമായ നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഒരു വിഭാഗം യുവ നേതാക്കൾ. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ചാണ്ടി ഉമ്മനും ഇന്ന് പ്രതികരിച്ചു. എന്നാൽ തന്റെ പരാമർശം വി ഡി സതീശനെതിരെ ആയിരുന്നില്ല എന്നും ചാണ്ടി ഉമ്മൻ ഇന്ന് വിശദീകരിക്കുകയുണ്ടായി. തന്നെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിൽ കരുതലോടെയാണ് വി ഡി സതീശന്റെ പ്രതികരണം. എല്ലാവരെയും ഏകോപിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിയണമെന്ന രമേശ് ചെന്നിത്തലയുടെ ഒളിയമ്പിന് മറുപടി ഇങ്ങനെ: എന്റെ മിഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വേറെയാണ്. അത് ഭംഗിയായിട്ട് ചിട്ടയായിട്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. എനിക്ക് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അത്തരം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മന്റെ പരസ്യ നീക്കത്തെയും സതീശൻ തള്ളി. കോൺഗ്രസിലെ എതിർ ശബ്ദങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ലെന്ന് ചാണ്ടിക്ക് പരോക്ഷ മറുപടി. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പം പറയും. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസിലുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ നന്നായി നടക്കും. എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ പാർട്ടിയിലുണ്ടാവും. ഹൈക്കമാൻഡിൽ നിന്നുള്ള പിന്തുണയാണ് സതീശന്റെ ആയുധം. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും മുന്നണിയിലെ ഏകോപനം ഫലവത്താകുന്നതും തന്റെ നേതൃത്വ വിജയമായി സതീശൻ ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ വി ഡി സതീശന്റെ ശൈലി മാറ്റമാണ് വിമത നീക്കം നടത്തുന്നവരുടെ ആവശ്യം. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഈ കൂട്ടായ്മയ്ക്ക് സതീശൻ വിരുദ്ധരായ മുതിർന്ന നേതാക്കളുടെ പിന്തുണയുമുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശൈലി ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനകത്ത് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കുമുള്ള ആളുകളെ മാത്രമാണ് ഇതിന്റെ നേതൃതലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങാനിരിക്കെ തർക്കത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നേക്കും. കെ സുധാകരനെ മാറ്റാൻ ലക്ഷ്യമിട്ട് സതീശൻ നടത്തിയ നീക്കങ്ങളാണ് എതിർചേരിയെ പ്രകോപിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ തുടരാൻ പൊതുധാരണയുണ്ടായാൽ തർക്കം വെടിനിർത്തലിലെത്തിയേക്കാം. എന്നാൽ സതീശന്റെ നേതൃത്വത്തിൽ അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നലുള്ള ഒരു വിഭാഗം യുവ നേതാക്കളുണ്ട്. ഇവർക്ക് പരോക്ഷ പിന്തുണ നൽകിയതിനപ്പുറം പരസ്യ നീക്കത്തിലേക്ക് മുതിർന്ന നേതാക്കൾ എത്താൻ സാധ്യതയുമില്ല. അതായത് കോൺഗ്രസിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് വലിയ ആയുസ്സുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂർ മാടായി കോളേജിലെ നിയമനത്തെക്കുറിച്ച് എം കെ രാഘവൻ എം പിക്കെതിരായുള്ള പ്രതിഷേധത്തിൽ ഇപ്പോൾ ആടി ഉലയുകയാണ് കോൺഗ്രസ്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് എം കെ രാഘവൻ എം പി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 3 അംഗ സമിതിയെ നിയോഗിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് ഇപ്പോൾ KPCC നടത്തുന്നത്. അതേസമയം പ്രശ്നപരിഹാരത്തിന് വി ഡി സതീശൻ നേരിട്ട് മുൻകൈയെടുക്കുകയാണ്. അദ്ദേഹം കണ്ണൂരിലെത്തി വിമത നേതാക്കളുമായി കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. മാടായി കോളേജിലെ നിയമന വിവാദം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ ആടിയുലയുകയാണ് കണ്ണൂരിലെ കോൺഗ്രസ്. കോൺഗ്രസ് പ്രവർത്തകരുടെ പരസ്യ നിലപാടിനെതിരെ എം കെ രാഘവൻ KPCC നേതൃത്വത്തെയും AICC നേതൃത്വത്തെയും പരാതി അറിയിച്ചു. സഹകരിച്ചു മുന്നോട്ട് പോകാനില്ലെന്നാണ് എം കെ രാഘവന്റെ മുന്നറിയിപ്പ്. എം കെ രാഘവനെതിരായ പ്രതിഷേധത്തിൽ പയ്യന്നൂരിൽ നടപടി നേരിട്ടവർ ഇന്ന് കണ്ണൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജും പങ്കെടുത്തു. നിയമനം അംഗീകരിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും വഴങ്ങാൻ സാധ്യത കുറവാണ്. പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കാത്തിരിക്കുകയാണ്. അത് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനടക്കം യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ രാജിസന്നദ്ധത അറിയിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് വി ഡി സതീശൻ. അത് അവിടുത്തെ ഒരു ലോക്കൽ വിഷയമാണ്. അത് പാർട്ടി സംസാരിച്ച് KPCC തന്നെ അതിൻ്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും. എന്നോട് എം കെ രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും. നിയമന വിവാദത്തിൽ പ്രവർത്തകർ ചേരിതിരിഞ്ഞതോടെ സാഹചര്യം ഗുരുതരമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. തർക്കങ്ങൾ പരിഹരിക്കാൻ KPCC 3 അംഗ സമിതിയെ നിയോഗിച്ചേക്കും. ന്യൂസ് 18 കണ്ണൂർ. കണ്ണൂർ പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് തീയിട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിണറായിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്നത് ഏകാധിപത്യമാണ്. ഇതിന് മുഖ്യമന്ത്രി ഉത്തരം പറയണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു. ആക്രമിച്ച ഓഫീസ് സന്ദർശിച്ച ശേഷമാണ് സതീശന്റെ ഈ പ്രതികരണം. KPCC പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം വെളുപ്പിനാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു തകർക്കുകയും ഇവിടുത്തെ CCTV ക്യാമറ തല്ലിപ്പൊളിക്കുകയും പെട്രോൾ ഒഴിച്ചതിൻ്റെ ഡോറിന് തീ വയ്ക്കുകയും ചെയ്തു. ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് ഉത്തരം പറയണം. ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം.
KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഓഫീസിന് നേരെയാണ് ഞായറാഴ്ച ആക്രമണമുണ്ടായത്. കോഴൂർ കനാലിലെ പ്രിയദർശിനി മന്ദിരത്തിന് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. കേസിലെ പ്രതി പിണറായി കനാൽക്കര സ്വദേശി വിപിൻ രാജ് CPM അനുഭാവിയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടഞ്ഞ് സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ CPM പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി പോലീസിന്റെ FIR. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായതിന് പിന്നാലെ ഇന്നലെ രാത്രിയാണ് വഞ്ചിയൂർ പോലീസ് CPM നേതാക്കളെ പ്രതി ചേർത്തത്. ഇതേവരെ ഒരാളുടെ പേരും FIR-ൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ നടപടി. വഞ്ചിയൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇന്ന് കോടതിയിൽ ഹാജരായി പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകും. സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ കോടതി വിളിപ്പിച്ചതോടെയാണ് മറ്റു വഴികളില്ലാതെ നേതാക്കളുടെ പേരിൽ കേസെടുത്തത്. ഏരിയ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 31 പേരാണ് പ്രതികൾ. നേരത്തെ കണ്ടാലറിയാവുന്ന 500ഓളം പേരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പ്രതി ചേർത്തതിൽ പാളയം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ പേരുമുണ്ട്. പന്തൽ കെട്ടിയവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളും കോടതി തേടിയിട്ടുണ്ടെങ്കിലും അവരെയെല്ലാം പ്രതി ചേർക്കേണ്ടതില്ല എന്നാണ് വഞ്ചൂർ പോലീസിന്റെ തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. വഞ്ചിയൂരിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലും ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് പോലീസ് കേസെടുത്തു. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ ഇന്നലെയാണ് സർക്കാരിനെതിരെ 36 മണിക്കൂർ സമരം തുടങ്ങിയത്. നടപ്പാത കയ്യേറിയതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. CPMന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധി ചർച്ച തുടരുകയാണ്. സംസ്ഥാന നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ചർച്ചയിൽ ഉണ്ടാകുന്നത്. ചർച്ചകൾക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി S സുദേവനും മറുപടി നൽകും. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ജില്ലാ സെക്രട്ടറിയായി S സുദേവൻ തുടരും. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുടങ്ങി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ പുരോഗമിക്കുന്നത്. ഒന്നാം പ്രതി പൾസർ സുനി കോടതിയിൽ ഹാജരായി. മുൻ DGP ശ്രീലേഖ IPSനെതിരെ അതിജീവിത പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കോടതിയിൽ ഹർജി നൽകി. 2018 മാർച്ച് 8-നാണ് നടി ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ തുടങ്ങിയത്. 6 വർഷവും 9 മാസവുമാണ് കേസിന്റെ അന്തിമവാദം തുടങ്ങാൻ കാത്തിരിക്കേണ്ടി വന്നത്. ഇന്ന് ആരംഭിക്കുന്ന പ്രോസിക്യൂഷൻ വാദം 2 ആഴ്ചക്കാലം നീണ്ടുനിൽക്കും. പ്രോസിക്യൂഷൻ സമയം നീട്ടിച്ചോദിക്കാനും സാധ്യതയുണ്ട്. പ്രോസിക്യൂഷൻ വാദത്തിന് ശേഷം പ്രതിഭാഗം വാദം ആരംഭിക്കും. ഇന്ന് കേസിലെ ഒന്നാം പ്രതി സുനിൽകുമാർ എന്ന പൾസർ സുനി ഹാജരായി. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളുണ്ട്. 8-ാം പ്രതിയാണ് ദിലീപ്. ജനുവരി പകുതിയോടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസിൽ വിധി പറയാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെയാണ് മുൻ DGPക്കെതിരെ അതിജീവിത കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. പ്രതി ദിലീപിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് യൂട്യൂബ് ചാനലായ സസ്നേഹം ശ്രീലേഖയിലൂടെ പറയുന്നതെന്നാണ് പരാതി. വിചാരണ കോടതിയിലാണ് ഹർജി നൽകിയത്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് പ്രവാസി വ്യവസായിയുടെ കൊലപാതകത്തിൽ മന്ത്രവാദിനിയും സംഘവും തട്ടിയെടുത്ത 37 പവൻ കൂടി കണ്ടെടുത്തു. നഷ്ടമായ 596 പവനിൽ 92 പവൻ സ്വർണമാണ് ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാസർഗോഡ് ടൗണിലെ ജ്വല്ലറികളിൽ പ്രതികളുമായി എത്തിയാണ് അന്വേഷണ സംഘം സ്വർണം കണ്ടെടുത്തത്. കൊല്ലപ്പെട്ട അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും കാണാതായ സ്വർണ്ണാഭരണങ്ങളിൽ 37 പവനാണ് ഇപ്പോൾ കണ്ടെടുത്തത്. ഇതോടെ നഷ്ടമായ 596 പവനിൽ 92 പവൻ സ്വർണം ഇതുവരെ വീണ്ടെടുത്തു. ഒന്നാം പ്രതിയും മന്ത്രവാദിനിയുമായ ജിന്നുമ്മയുടെ ഭർത്താവ് TM ഉബൈസ് സഹകരണ സംഘത്തിൽ പണയപ്പെടുത്തിയ 11 പവൻ സ്വർണം തിരിച്ചു കിട്ടാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകി. തട്ടിയെടുത്ത സ്വർണം വിറ്റതും പണയപ്പെടുത്തിയതും കാസർകോട്ടെ പല സ്ഥലങ്ങളിലായാണ്. ഗഫൂർ ഹാജിയിൽ നിന്നും സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് സ്വർണം തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണമായത്. നിലവിൽ പ്രതികൾ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ്. കസ്റ്റഡി നീട്ടിച്ചോദിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. അല്ലു അർജുൻ നായകനായ പുഷ്പ 2 എന്ന സിനിമയുടെ വ്യാജപ്പതിപ്പ് യൂട്യൂബിലെത്തി. മിന്റു കുമാർ മിന്റുരാജ് എന്റർടൈൻമെന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തത്. 8 മണിക്കൂറിൽ 26 ലക്ഷത്തോളം പേരാണ് യൂട്യൂബിൽ വ്യാജപ്പതിപ്പ് കണ്ടത്. വ്യാജപ്പതിപ്പ് പിന്നീട് നീക്കം ചെയ്തു.
സിറിയയിലെ പുതിയ ഭരണകൂടത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനോ ഹിസ്ബുള്ളയ്ക്കോ സഹായം നൽകിയാൽ ശക്തമായി പ്രതികരിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. സിറിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ വ്യോമസേന ആക്രമണം തുടരുകയാണ്. നെതന്യാഹു ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. സിറിയയിൽ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ പൗരന്മാരെ ഒഴിപ്പിക്കാൻ ശ്രമം തുടങ്ങി. 75 ഇന്ത്യക്കാരെ ഇന്നലെ ലെബനനിലേക്ക് മാറ്റി. സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനെ തുടർന്ന് ഡമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് ഓപ്പറേഷൻ ഏകോപിപ്പിച്ചത്. നിലവിൽ സെയ്ദ സൈനബിൽ നിന്ന് ഒഴിപ്പിച്ച 75 പേരിൽ 44 പേർ ജമ്മുകശ്മീരിൽ നിന്നുള്ളവരാണ്. സുരക്ഷിതമായി ലെബനനിലേക്കെത്തിയവർ ലഭ്യമായ വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് മടങ്ങണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ സിറിയയിലുള്ള ഇന്ത്യൻ പൗരന്മാർ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സിറിയയിൽ സമാധാനപരമായ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തിക്കപ്പുറത്തു നിന്നുവരുന്ന ഭീഷണികൾ തടയുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഇസ്രായേൽ സന്നദ്ധമാണെന്ന് നെതന്യാഹു പറഞ്ഞു. സിറിയയിലെ പുതിയ ഭരണകൂടം ഇറാനെ സഹായിക്കുകയോ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറാൻ അനുവദിക്കുകയോ ചെയ്താൽ ശക്തമായി പ്രതികരിക്കും, കനത്ത വില ഈടാക്കും. മുൻ ഭരണത്തിന് സംഭവിച്ചത് ഈ ഭരണത്തിനും സംഭവിക്കും, നെതന്യാഹു ഓർമ്മിപ്പിച്ചു. അതേസമയം സിറിയയിൽ ഉടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ സിറിയൻ നാവികസേനയുടെ കപ്പൽ തകർത്തു. ജിഹാദി തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാനാണ് പ്രധാന സിറിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് എന്നും നെതന്യാഹു. രണ്ടാം ലോകമഹായുദ്ധസമയത്ത് ബ്രിട്ടീഷ് വ്യോമസേന നാസികളെ സഹായിക്കാതിരിക്കാൻ വിഷി ഭരണകൂടത്തിന്റെ കപ്പലുകളിൽ ബോംബിട്ട ചരിത്ര സംഭവത്തെ ഓർമ്മപ്പെടുത്തിയാണ് ആക്രമണങ്ങളെ നെതന്യാഹു ന്യായീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും പിണറായി വിജയനുമായി ചർച്ച നടത്തും. ഇന്ന് കുമരകത്താണ് കൂടിക്കാഴ്ച. സ്റ്റാലിൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. എം.കെ. സ്റ്റാലിൻ ഉച്ചയോടെ കുമരകത്ത് എത്തിച്ചേരും. നവീകരിച്ച പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എത്തുന്നത്. നാളെയാണ് വൈക്കത്ത് ഉദ്ഘാടന ചടങ്ങ്. സമസ്തയുടെ പണ്ഡിത സഭയായ മുശാവറ യോഗം കോഴിക്കോട്ട് തുടങ്ങി. സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. ഭിന്നത പരിഹരിക്കാനായി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിളിച്ച സമവായ ചർച്ച പാളിപ്പോയിരുന്നു. യോഗം നടക്കുന്നതിന് മുൻപായി ഇന്ന് രാവിലെ മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയാൻ വി.ഡി. സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് ഹൌസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ബാഹവി സ്റ്റഡി സർക്കിളിന്റെ പേരിലായിരുന്നു പോസ്റ്റർ. കൂടുതൽ വിവരങ്ങളുമായി എം.എസ്. അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, മുഷാവറ തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള പോസ്റ്ററുകളിൽ മറ്റൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നുവല്ലോ, കുഞ്ഞാലിക്കുട്ടിക്ക് കീഴ്പ്പെടരുത് മുഷാവറ എന്ന്. അപ്പോൾ ഇന്നത്തെ പണ്ഡിത സഭയിലും തർക്കമുയരുവാനുള്ള സാഹചര്യമാണോ ഉള്ളത്? തീർച്ചയായും മുഷാവറയിലും ഇത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഇത്തരത്തിൽ ലീഗ് അനുകൂലികൾ പ്രതികൂലികൾ എന്നിങ്ങനെ രണ്ട് തരത്തിലേക്ക് ഈ സമസ്തയിലെ തന്നെ ഒരു ചേരിതിരിവ് പ്രകടമായിരുന്നു. CPM-ന്റെ ഒരു ഫ്രാക്ഷൻ തന്നെ സമസ്തയിൽ ഉണ്ട് എന്ന രീതിയിൽ KM ഷാജി അടക്കമുള്ള നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ആരും അഭിപ്രായം പറയരുതെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകളും എത്തിയത്. മുനമ്പം വിഷയത്തിൽ സർക്കാർ ഈ വഖഫ് ഭൂമിയാണോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുന്നു. വി.ഡി. സതീശൻ അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു. ഇക്കാര്യങ്ങളടക്കം വിശദമായി മുഷാവറ ചർച്ച ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇത്തരം പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ആളുകളും ഇപ്പോൾ സമസ്തയിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ആദർശ സംരക്ഷണ സമിതി രൂപീകരണം അടക്കമുള്ള വിഷയങ്ങൾ ഈ സമാന്തരമായ ഒരു സംഘടന കെട്ടിപ്പടുക്കാൻ ലീഗ് ശ്രമിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഒപ്പം ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ PMS സലാമിന്റെ പ്രസ്താവനകൾ, ഒപ്പം സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനകൾ എന്നിവയൊക്കെ വളരെ വിശദമായി തന്നെ യോഗം ചർച്ചയ്ക്കെടുക്കും. നേരത്തെ ഇരു വിഭാഗങ്ങളിലെയും ഭിന്നത പരിഹരിക്കുന്നതിനായി മലപ്പുറത്ത് ഒരു യോഗം വിളിച്ചു ചേർത്തെങ്കിലും സമസ്തയിലെ പല നേതാക്കളും ആ ചർച്ചയിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ, ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ സുപ്രഭാതത്തിലെ പരസ്യമടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കപ്പെടും. എന്തായാലും രണ്ട് വിഭാഗമായി തന്നെ ഇപ്പോൾ സമസ്തയ്ക്കുള്ളിൽ ലീഗ് അനുകൂലികൾ
എതിരാളികൾ എന്നിങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന വിവരം തന്നെയാണ്. എന്ത് തരത്തിലുള്ള അനുരഞ്ജന നീക്കമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇന്ന് കോഴിക്കോട് ചേരുന്നത്. സമസ്ത മുഷാവറ യോഗം ചേരുകയാണ്. ലീഗ് അനുകൂലികൾ, ലീഗ് വിരുദ്ധർ, ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ സമസ്തയിൽ രൂപപ്പെട്ടതിന് പിന്നാലെ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ യോഗം ചേരുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കാരണം പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. രാജ്യസഭ ഉച്ചയോടെ നിർത്തിവെച്ചു. പൂക്കളും ത്രിവർണ്ണ കാർഡുകളുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ പാർലമെന്റിൽ പ്രതിഷേധിച്ചത്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം തണുക്കുന്ന ലക്ഷണമില്ല. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം സംബന്ധിച്ച പ്രതികരണങ്ങൾ രാജ്യസഭയെ തുടക്കം മുതൽ പ്രക്ഷുബ്ധമാക്കി. ഉപരാഷ്ട്രപതിയെ പിന്തുണച്ച് ഭരണപക്ഷം അണിനിരുന്നപ്പോൾ പക്ഷപാതപരമായ പെരുമാറ്റം എന്ന ആരോപണത്തിലും അവിശ്വാസ പ്രമേയ നോട്ടീസിലും പ്രതിപക്ഷം ഉറച്ചുനിന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഉപരാഷ്ട്രപതിക്കെതിരെ ഇത്തരം അവിശ്വാസ പ്രമേയം രാജ്യസഭയ്ക്ക് മുന്നിൽ എത്തുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇംപീച്ച്മെന്റ് നോട്ടീസിനെതിരെ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. ഒരു കർഷകന്റെ മകനായ ധൻഖർ സഭയുടെ അന്തസ്സിന്റെ സംരക്ഷകനാണ്. ചെയറിന്റെ അന്തസ്സിന് നേരെയുള്ള ഏത് നീക്കത്തെയും ട്രഷറി ബെഞ്ച് പ്രതിരോധിക്കുമെന്നും മന്ത്രി. ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചു. നടപടികൾ പുനരാരംഭിച്ചപ്പോൾ വ്യവസായി ജോർജ് സോറസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തിൽ കോൺഗ്രസ് പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി JP നദ്ദ രംഗത്തെത്തി. പ്രതിപക്ഷ എംപിമാർ മുദ്രാവാക്യം വിളി തുടർന്നു. രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. തുടർ നടപടികൾ ചർച്ച ചെയ്തു. ഇരുസഭകളും സമ്മേളിക്കുന്നതിനു മുൻപ് പാർലമെന്റ് വളപ്പിൽ കോൺഗ്രസ് എംപിമാർ പ്രതിഷേധം തുടങ്ങിയിരുന്നു. റോസാപ്പൂവും ദേശീയ പതാകയും ഭരണകക്ഷി അംഗങ്ങൾക്ക് നൽകിയായിരുന്നു വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധം. പാർലമെന്റിലെത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ദേശീയ പതാക സമ്മാനിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സമരത്തിലണിനിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബംഗളൂരുവിൽ IT ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭാര്യയെയും ബന്ധുക്കളെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു. അതുൽ സുഭാഷിന്റെ സഹോദരൻ വികാസ് കുമാർ നൽകിയ പരാതിയിൽ മാറത്തഹള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. നികിത സിംഘാനിയ, അമ്മ നിഷ സിംഘാനിയ, സഹോദരൻ അനുരാഗ് സിംഘാനിയ, അമ്മാവൻ സുശീൽ സിംഘാനിയ എന്നിവർക്കെതിരെയാണ് FIR ഫയൽ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യയ്ക്ക് മുൻപ് ചിത്രീകരിച്ച വീഡിയോയിൽ അതുൽ തന്റെ ഭാര്യയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നേരെ പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വിവാഹമോചനത്തിന് ശേഷം 4 പ്രതികളും അതുലിനെതിരെ കള്ളക്കേസ് ഫയൽ ചെയ്തിരുന്നു. കേസ് ഒത്തുതീർപ്പിനായി 3 കോടി രൂപ നൽകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തതായി വികാസ് നൽകിയ പരാതിയിൽ പറയുന്നു. ഇതുകൂടാതെ ഇപ്പോൾ 4 വയസ്സുള്ള മകനെ കാണാൻ ഭാര്യ 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും പരാതിയുണ്ട്. മാധ്യമപ്രവർത്തകനെ തെലുങ്ക് സിനിമാ താരം മോഹൻ ബാബു മർദ്ദിച്ചു. മകനും നടനുമായ മഞ്ജു മനോജുമായുള്ള തർക്കം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയാണ് മോഹൻ ബാബു മർദ്ദിച്ചത്. ഹൈദരാബാദിലെ ജാൽപള്ളിയിലുള്ള മോഹൻ ബാബുവിന്റെ വീട്ടിലെത്തിയ മഞ്ജു മനോജിനെയും ഭാര്യ മൗനികയെയും മോഹൻ ബാബുവിന്റെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞിരുന്നു. തുടർന്ന് ഗേറ്റ് തള്ളിക്കടക്കാൻ ശ്രമിച്ച മനോജിനെ കൂടുതൽ ആളുകൾ എത്തി പുറത്താക്കുകയായിരുന്നു. ഇതിനിടെയാണ് മൈക്ക് ഉപയോഗിച്ച് മോഹൻ ബാബു മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത്. മോഹൻ ബാബുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തത്. അപകടമുണ്ടാക്കിയത് ബെൻസ് കാറാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരണത്തിനിടെ വാഹനമിടിച്ച് യുവാവ് മരിച്ചതിൽ വാഹന ഉടമ സാബിത്ത്, ജീവനക്കാരൻ റയീസ് എന്നിവർക്കെതിരെയാണ് കേസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയിട്ടുള്ളത്. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. സാബിത്ത് ഓടിച്ച വാഹനമാണ് അപകടമുണ്ടാക്കിയത്. സ്വകാര്യ സ്ഥാപനത്തിന്റെ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം. സാബിത്തും റയീസും 2 വാഹനങ്ങളിൽ ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ചത്. ഒരേ ദിശയിൽ വരുന്നതിനിടെ സാബിത്ത് ഓടിച്ച ബെൻസ് G വാഗൺ ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. 999 ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വണ്ടികൾ നേരെ വന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾക്ക് ആ സമയത്ത് റോഡിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കാതെ വന്നിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ലാൻഡ് റോവർ ഡിഫൻഡർ ഇടിച്ചാണ് അപകടമെന്നാണ് വാഹനമോടിച്ചവർ ആദ്യം പോലീസിന് മൊഴി നൽകിയത്. ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇടിച്ച വാഹനം കണ്ടെത്തിയത്. ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്നും തുടർ നടപടികൾക്കായി മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്നും പോലീസ് അറിയിച്ചു. 8 മാസം മുൻപ് തെലങ്കാനയിൽ നിന്ന് വാങ്ങിയതായിരുന്നു ബെൻസ് കാർ. ബെൻസ് G വാഗൺ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. ഷൂട്ട് ചെയ്ത ഫോൺ സഹിതം
നമുക്ക് അന്വേഷണത്തിൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഫോണിൽ കൃത്യമായിട്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വണ്ടി നേരെ വരുന്നതും അയാൾ ഇടിക്കുന്നത് അടക്കമുള്ള ഭാഗങ്ങൾ ആ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആൽവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 കോഴിക്കോട്. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ വലിയ തിരക്കാണ്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചുള്ള ചട്ടങ്ങൾ പാലിച്ചാണ് എഴുന്നള്ളിപ്പ് നടന്നത്. ഉച്ചയ്ക്ക് 2 മണിവരെ സ്പെഷ്യൽ ദർശനം ഉണ്ടാകില്ല. നാളെ രാവിലെ 8 മണി മുതൽ നട തുറന്നിരിക്കും. കണ്ണൂർ തോട്ടട ITIയിൽ സംഘർഷം. SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടി. സ്ഥലത്തെത്തിയ പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ലാത്തിവീശി. ക്യാമ്പസിൽ KSU കൊടി ഉയർത്തിയതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം. കൊടി SFI പ്രവർത്തകർ നശിപ്പിച്ചതായി KSU പറയുന്നു. സംഘർഷത്തെ തുടർന്ന് ITI അനിശ്ചിതകാലത്തേക്ക് അടച്ചിരിക്കുകയാണ്. സർവകക്ഷി യോഗം വെള്ളിയാഴ്ച ചേരും. കോട്ടയം എറണാകുളം റൂട്ടിൽ ട്രെയിനുകൾ വൈകിയത് യാത്രക്കാരെ വലിച്ചു. കുമാരനെല്ലൂരിൽ ട്രാക്കിലെ അറ്റകുറ്റപ്പണി കാരണമാണ് ട്രെയിനുകൾ വൈകിയത്. കൊല്ലം മച്ചിലിപട്ടണം ശബരിമല സ്പെഷ്യൽ ട്രെയിൻ 3 മണിക്കൂർ വൈകി. പാലരുവി, വേണാട്, ശബരി, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസുകളും വൈകിയാണ് ഓടുന്നത്. അറ്റകുറ്റപ്പണി സംബന്ധിച്ച് സർക്കാർ അറിയിച്ചിരുന്നില്ല. SDPI നേതാവ് ഷാൻ വധക്കേസിൽ 4 പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. പ്രതികൾക്ക് ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് ഈ നടപടി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരുടെ ജാമ്യമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. കേസിലെ മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി നടപടിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. വീടുകളിൽ വെള്ളം കയറുന്നതിനാൽ കൊച്ചി താന്തോന്നി തുരുത്തുകാരുടെ സമരങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുപോലും കിട്ടാത്ത ഒരിടമാണ് താന്തോന്നി തുരുത്ത്. ജില്ലാ ഭരണകൂടത്തിന്റെ അവഗണനയോട് പ്രതിഷേധിക്കാതെ മറ്റു വഴിയില്ല തുരുത്ത് നിവാസികൾക്ക്. പിള്ളേർക്കെങ്കിലും എന്താണ് ഒരു ഓട്ടാ വഞ്ചി അതുമില്ല. ഞങ്ങളെ ആയ കഷ്ടത്തിൽ വെച്ചാൽ ഞങ്ങളെ നരകിപ്പിച്ച് കൊല്ലിയാണ്. എന്തോരം ഇതാണ് മോളെ റോഡിലൊക്കെ കാണിച്ചിട്ടേക്കണത്. ആ നമ്മുടെ തെക്കേ ജട്ടിന്ന് ഇവിടെ മരം ടൈലും സാധനങ്ങളും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എത്രയും വേണ്ടല്ലോ ഞങ്ങൾക്കൊരു ഓട്ടോ കയറാനുള്ള പാല ഇടിയാണെങ്കിൽ അതും ഞങ്ങൾക്കില്ല. ഒരു വാഹനം ഇല്ല. ഒരു വാഹനമുള്ളത് വല്ലപ്പോഴേക്കാണ്. മെട്രോ നഗരമെന്ന അഭിമാനത്തോടെ നമ്മൾ വിളിക്കുന്ന കൊച്ചിയിൽ ജീവിക്കുന്നവരാണ് ഇവരും. ഈ തുരുത്തിൽ നിന്നും പുറത്തേക്ക് വഞ്ചി തുഴഞ്ഞെത്താൻ മാത്രം വിധിക്കപ്പെട്ടവർ. റോഡില്ല, വെള്ളക്കെട്ട്, വേലിയേറ്റം വന്നാൽ വീടുകളിലെ അവസ്ഥ ഇതാണ്. ഇത് ഞങ്ങൾ പുതിയതായിട്ട് അടിച്ചതാണ്. ഇത് സിമെന്റ് പ്രൈമർ കൂടിയ പ്രൈമർ മേടിച്ച് അടിച്ചതാണ്. എന്നിട്ടും തെള്ളിപ്പോവുകയാണ്. ഉപ്പിന്റെ ഇതാണ്. വെള്ളം ഇത്രയും പൊങ്ങും. പെരടകത്ത് വരെ കയറും. ഇത്രയും പൊങ്ങി നിൽക്കും വെള്ളം. നല്ലൊരു റോഡോ പാലമോ ആശുപത്രിയോ ഒന്നും ഇവർക്ക് വേണ്ട. ആകെ ഒരു ആഗ്രഹം മാത്രം. മഴ പെയ്താലും വേലിയേറ്റം വന്നാലും വെള്ളം കയറാത്തൊരു വീട്. പണ്ടിനാണെന്ന് വെച്ചാൽ വീട്ടിൽ വെള്ളം കയറി ആകെ പ്രശ്നമായിട്ടിരിക്കണം. അതുകൊണ്ടാണ് അത്രയും ഗതികെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. നിൽക്കാൻ പറ്റില്ല, ഇവിടെ ഒട്ടും നിൽക്കാൻ പറ്റില്ല. വീടിൻ്റെ അകത്ത് ചെളി എല്ലാം വന്നു. അവിടെ ഒന്ന് നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോലും പറ്റണില്ല വീട്ടുകാർക്ക്. പുറത്തുനിന്ന് എത്രയെന്ന് വെച്ചാൽ പുറത്ത് ഞങ്ങൾ അത്രയും കാശുകാരൊന്നുമല്ല. ഔട്ടർ ബണ്ട് നിർമ്മിച്ചു നൽകാമെന്ന് കളക്ടറും ഗോശ്രീ ഐലൻഡ് വികസന അതോറിറ്റിയും പലതവണ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. 20 വർഷമായി ഇവിടെ താന്തോന്നി തുരുത്തിൽ വെള്ളം കയറാൻ തുടങ്ങിയത്. അതിനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം ഈ സ്കൂളിൽ വന്ന് ചാത്തിയത്ത് സ്കൂളിൽ വന്ന് കിടന്ന് 3 ദിവസം. ഇതും കഴിഞ്ഞ് ഇവിടെ വന്ന് 3 ദിവസം കിടന്ന് അന്തിപ്പാതിരത്ത്. അപ്പോൾ ഓരോ വർഷം ഇങ്ങനെ വരുമ്പോഴേക്കും കയറി കിടക്കുന്നതാണ്. പൊള്ളയായ വാഗ്ദാനങ്ങൾ പലതും ഉണ്ടായെങ്കിലും താന്തോന്നി തുരുത്തുകാർ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. ന്യൂസ് 18 കൊച്ചി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7295, പവന് 58,360. 18 ക്യാരറ്റ് ഗ്രാമിന് 6015, പവന് 48,120. വെള്ളി ഗ്രാമിന് 101, കിലോയ്ക്ക് 1,00,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ.
ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.